ഇനി അടുത്തത് ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാക്ഷി, കലാഭവൻ സോബി. കലാഭവൻ സോബിയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ആദ്യം പറഞ്ഞോട്ടെ. കലാഭവൻ സോബി എന്ന് പറയുന്നത് പല ചർച്ചകളിലും വളരെ അതോറിറ്റേറ്റീവായിട്ടും ഒക്കെ പലരും ഇരുന്ന് പറയുന്നുണ്ട്, അതൊരു വെറും മിമിക്രിക്കാരൻ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ വെറും മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ മിമിക്രിക്കാരന്മാരെയും കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ചിലരൊക്കെ കലാകാരന്മാർ തന്നെയാണ് ഈ പറയുന്ന ഈ ഭാഷ പ്രയോഗിച്ചതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു കലാകാരനാണ്, ഇദ്ദേഹം ഒരു തബലിസ്റ്റായിരുന്നു, ഇദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. കലാഭവൻ്റെ ആബേലച്ചൻ ഉള്ള സമയം മുതലേ അവിടെയുള്ള അതിൻ്റെ ഒരു വലിയ ചരിത്രത്തിൻ്റെ തന്നെ വലിയൊരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. പ്രശസ്തരായ ഒരുപാട് വ്യക്തികളുമായി നല്ല പരിചയവും ഇതുമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയുള്ള പല പ്രശസ്ത സിനിമാ സംഗീത രംഗത്തെ പല പ്രശസ്തരായ വ്യക്തികളും ഇദ്ദേഹത്തെ റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വെറും മിമിക്രിക്കാരൻ അല്ല, അല്ലെങ്കിൽ വെറും ഒരു തട്ടിപ്പുകാരൻ അല്ല, ഒരു കലാകാരനാണ്, ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. പക്ഷേ നമ്മൾ ഇദ്ദേഹത്തെ അറിയുന്നത് മീഡിയയിലൂടെയാണ്. ജൂൺ 2019 ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബൈറ്റ് നമ്മൾ കാണുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഒരു ദീർഘയാത്രയായിരുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോകുമ്പോൾ അയാൾ ഒരിടത്ത് ഒരു പെട്രോൾ പമ്പിന് സമീപം, പെട്രോൾ പമ്പിൽ ഒരു CCTVക്ക് സമീപം തന്നെ പാർക്ക് ചെയ്തിരുന്നു, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തനിയെ ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് കണ്ട ചില കാഴ്ചകൾ, അതായത് ഒരു നൈറ്റ് പാർട്ടി പോലെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാർ അതിൽ നിന്നിറങ്ങി മദ്യപിക്കുന്നു, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നു, കുപ്പി തല്ലി പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബാലുചേട്ടൻ്റെ വണ്ടി അതിലെ പാസ് ചെയ്ത് അവിടെ ഒന്ന് നിർത്തുന്നു. ഈ രണ്ട് വണ്ടികളിൽ നിന്ന് ഒരു സ്കോർപ്പിയോയുടെ കാര്യം, ഒരു വെള്ള സ്കോർപ്പിയോയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഫർദർ ഇദ്ദേഹം റെസ്റ്റൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു അതാണെന്ന് തോന്നുന്നു വെള്ള സ്കോർപ്പിയോയുടെ കാര്യം, ഒരു വണ്ടി വളരെ വേഗത്തിൽ തിരിച്ച് ഡയറക്ഷനിൽ, കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫർദർ മുന്നോട്ട് പോകുമ്പോഴാണ് ആക്സിഡൻറ്റ് നടന്നതായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ വണ്ടി ചെരിഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്, വീൽസ് കാണുന്ന രീതി, 4 വീലും കാണുന്ന രീതിയിൽ ചെരിഞ്ഞ് കിടക്കുന്നതാണ് കണ്ടതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് പറയുന്നത്, അദ്ദേഹം എടുത്ത് പറയുന്നുമുണ്ട്. സൈഡിൽ ഒരു ബൈക്കിൽ ഒരു വണ്ണമുള്ള ഒരാളും സൈഡിൽ ഒരു ബർമുഡയും ടീഷർട്ടും ഇട്ട ഒരാൾ, ഷർട്ടും ഇട്ട ഒരാൾ, ഫ്രഞ്ച് ബിയർഡുള്ള ഒരാൾ, ഇവർ രണ്ടും തുഴഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. കുറച്ച് നെർവസ് ആയിട്ട് ആ ചെറുപ്പക്കാരനെ കൂടുന്നതും കണ്ടു. ഇയാളെയും കണ്ടു, ബൈക്കിലൊരാളെയും കണ്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മുന്നോട്ട് പോകാൻ അതിൽ ഇടപെടണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം ഗുണ്ടകളെ പോലെയായിരുന്നു. അവർ ആൾക്കാരെ ആട്ടിപ്പായിക്കുന്നുണ്ടായിരുന്നു, പോകാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയി കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പിന്നെ ആരൊക്കെ വിളിച്ച് പറയുന്നതും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹം ആയുധങ്ങൾ വെച്ചിട്ട് ഈ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടതായി പറയുന്നുണ്ട്. അതിൽ ഇദ്ദേഹം പറയുന്നതിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, നമുക്ക് വാലിഡായിട്ട് തോന്നിയ അന്ന് വാലിഡായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്ക് ഗ്ലാസ് പൊട്ടിച്ചതിൻ്റെ കാര്യമാണ്. ബാക്ക് ഗ്ലാസ് പൊട്ടിയിരുന്നതിനെ പറ്റി ഒരു റെഫറൻസും അവിടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടിയുടെ അവസ്ഥ അതായിരുന്നു. ബാക്കിയൊക്കെ സംഭവിച്ചതിനെ പറ്റി ഓരോരുത്തരുടെ മൊഴികളിലുണ്ട്. ആ വിറ്റ്നസ്സുകൾ പലരും ഇന്നില്ല, ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ആ ബാക്ക് ഗ്ലാസ് പൊട്ടിയതിനൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് അവിടെ നിന്നാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് പോയപ്പോൾ ഓരോ പ്രാവശ്യവും ഓർക്കുന്നവർക്കറിയാം, ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് ആദ്യം പോയപ്പോഴും CBIയുടെ അടുത്ത് ആദ്യം പോയപ്പോഴും ഒക്കെ സോബി ജോർജ് മീഡിയയിൽ വന്ന് പറയുന്നത്, എനിക്ക് വലിയ വിശ്വാസമാണ്, ഒരു 15 ദിവസത്തിനുള്ളിൽ ഇത് തെളിയിക്കപ്പെടും, ആത്മാർത്ഥതയോടെ ഈ ഉദ്യോഗസ്ഥർ അതെല്ലാം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, 15 ദിവസത്തിനുള്ളിൽ ഇത് തെളിയിക്കപ്പെടും. എന്തൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആ സമയത്ത്, അത് ഞാൻ റെട്രോസ്പെക്റ്റീവായിട്ട് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഈ പോലീസും CBIയും അദ്ദേഹത്തോട് ചെയ്ത ചതി എന്താണെന്ന് നമുക്ക് പിന്നീട് അറിയാമല്ലോ. പോലീസിൻ്റെ കേസിൽ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആകെ തെളിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കോൾ ഡേറ്റ എടുത്തു. അതായത് നമ്മളറിയുന്നത് 2019 സോബി ജോർജ് 2018 ഇതിന് വിറ്റ്നസ് ആയതിനു ശേഷം ആദ്യം
വക്കീലിനെ വിളിക്കുന്നു, ഇങ്ങനൊരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാൻ ഇടപെടട്ടെ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എല്ലാ പ്രശ്നത്തിലും ചെന്ന് തലയിടണ്ട, മിണ്ടാതിരുന്നാൽ മതി, കണ്ടത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെയും ഈ ആരോടിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ ബാലുചേട്ടൻ്റെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള മധു ബാലകൃഷ്ണനെ വിളിക്കുന്നു. മധു ബാലകൃഷ്ണനെയൊക്കെ അദ്ദേഹത്തിന് വളരെ കാലത്തെ പരിചയമാണ്, സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ തന്നെയുള്ള പരിചയമാണ്, വെറും ഒരു പേഴ്സണൽ ബന്ധമല്ല അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ മധു ബാലകൃഷ്ണനെ വിളിച്ച് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മധു ബാലകൃഷ്ണൻ തമ്പിയുടെ നമ്പർ കൊടുക്കുന്നു. തമ്പിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. തമ്പിയുടെ നമ്പർ കൊടുക്കുന്നു, തമ്പിയെ വിളിക്കുന്നു, കാര്യം പറയുന്നു. തമ്പി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാണ്, എല്ലാം ഞങ്ങളതെല്ലാം നോക്കിയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, ലോക്കൽസിനോട് അന്വേഷിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തമ്പി തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇത് CDR പ്രകാരം കൃത്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ ഫോൺ കോൾസ് നടന്നു 2018 തന്നെ എന്നുള്ളത് പോലീസ് കൃത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്.